ഹലോ ഗുട്ടൻ ടാഗ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നെബൻസാറ്റ്സ് മെറ്റ് വെയിൻ ഓട് ആൾസ്. അതായത് ഒരു ടെമ്പറൽ ടൈം പറയുന്ന ഒരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു കണ്ടീഷൻ പറയുന്ന ഒരു കണക്റ്റേഴ്സ് ആണ് വെയിനും ആൾസും ഒക്കെ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പം അയൻമാലിക് ഉണ്ട്, മേർമാലിക് ഉണ്ട്. അയൻമാലിക് എന്ന് പറഞ്ഞാൽ വൺസ്, ഒരിക്കൽ മാത്രം നടന്നൊരു കാര്യം പറയുവാണെങ്കിൽ വൺസ്. മേർമാലിക് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺസ്. ഓക്കെ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ നടന്ന കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ മേർമാലിക് ഫോമിൽ വേണം പറയാൻ. ഒറ്റ തവണ മാത്രം നടന്ന കാര്യമാണെങ്കിൽ അയൻമാലിക്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഫെർഗാങ്കൻഹൈറ്റ് ഗെഗൻവാർട്ട് സുക്കൻഫ്റ്റ് അല്ലേ. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർത്താൽ മതി, പാസ്റ്റ് ടെൻസിൽ ഒരിക്കൽ മാത്രം നടന്ന കാര്യമാണെങ്കിൽ നമ്മളവിടെ ആൾസ് വെച്ച് പറയും. ഓക്കെ, ഒരുപാട് തവണ നടന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ വെയിൻ വെച്ചും വേണം പറയാൻ. ഓക്കെ, പാസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ. ഫ്യൂച്ചറിൻ്റെ കാര്യത്തിലും അതുപോലെ പ്രസൻറ്റ് ടെൻസിൻ്റെ കാര്യത്തിലും എപ്പോഴും നമ്മൾ വെയിൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ആൾസ് യൂസ് ചെയ്യേണ്ട ഒരു കീ എന്താ പറയുക ടിപ്സ് അല്ലെങ്കിൽ കീ വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൾസ്, ഗെസ്റ്റേൺ, ഫോർ ഗെസ്റ്റേൺ, അയൻമാൽ, ലെറ്റ്സ് യാ, ദസ് ലെറ്റ്സ് മാൽ, ആൾസിഷ് എത്ര വയസ്സാണോ ഡാഷ്, യാരെ ആൾസിഷ് കിൻഡ് വാർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, വെയിന് കൊടുക്കുന്ന ഇമ്മർ അല്ലെങ്കിൽ ഏതസ് മാൽ, ഓഫ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ എപ്പോഴും നടന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഇതൊരു കണ്ടീഷണൽ സാറ്റ്സ് ആണ്. അതായത് ആൻ ആക്ഷൻ ടേക്സ് പ്ലേസ് അണ്ടർ എ സർട്ടിൻ കണ്ടീഷൻ. വെൻ വെച്ച് നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിട്ട് അങ്ങനെ നടന്നാൽ മാത്രമേ ഒരു സംഭവം നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ ഒരു കണ്ടീഷണൽ സാറ്റ്സ് ആണ്, റൈറ്റ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ഹാപ്പി വെൻ ഐ ഗെറ്റ് ഗുഡ് മാർക്സ് അല്ലേ. എനിക്ക് ഗുഡ് മാർക്സ് കിട്ടുമ്പോൾ ഐ ആം ഹാപ്പി. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലേ, ഞാൻ എപ്പോഴും ഹാപ്പി ആവുന്നത് വെൻ ഐ ഗെറ്റ് ഗുഡ് മാർക്സ്. അപ്പോൾ ich bin glücklich wenn ich gute Note bekomme. ഇവിടെ ശ്രദ്ധിക്കുക, conjugated verb goes to the last position. Okay, I am happy whenever I get good marks. അപ്പോൾ ich bin glücklich immer wenn ich gute Note bekomme. whenever എന്നല്ല, അപ്പോൾ immer wenn ich gute Note bekomme. I'll give Michael his book when I see him tomorrow. എങ്ങനെയായിരിക്കും എഴുതുക അല്ലേ, അവിടെ കാണുമ്പോൾ, നാളെ അവനെ കാണുമ്പോൾ അവൻ്റെ ബുക്ക് അവന് കൊടുക്കും. അപ്പം ich werde Michael sein Buch geben wenn ich ihn morgen sehe. നമുക്കത് വേണമെങ്കിൽ വെയിൻ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ഇട്ട് പറയാം. അങ്ങനെ വരുമ്പോൾ വെർബ് കോമ വെർബ് റൂൾ. അപ്പോൾ wenn ich Michael morgen sehe werde ich ihm sein Buch geben. Okay, when I was sick yesterday I stayed in bed. അപ്പോൾ പാസ്റ്റിൽ ഒരിക്കൽ നടന്ന കാര്യമല്ല, വെൻ ഐ വാസ് സിക്ക് യെസ്റ്റർഡേ. നമുക്കവിടെ ആൾസ് ഉപയോഗിച്ചാൽ മതി. ആൾസ് ഇഷ് ഗെസ്റ്റൻ വാർ, ക്രാങ്ക് വാർ, ബ്ലൈബ് ഇഷ് ഇം ബെറ്റ്. അല്ലെങ്കിൽ ആൾസ് ഇഷ് ഗെസ്റ്റൻ ക്രാങ്ക് വാർ, ബിൻ ഇഷ് ഇം ബെറ്റ് ഗെബ്ലീബിൻ. ഇത് പെർഫെക്റ്റ്ലി എഴുതുന്നല്ലേ. ഇഷ് ബ്ലൈബ് ഇം ബെറ്റ്, ആൾസ് ഇഷ് ഗെസ്റ്റൻ ക്രാങ്ക് വാർ. ജസ്റ്റ് തിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളത്. അടുത്ത പോസിയ എഴുതുക കേട്ടോ. വെൻ ഐ വാസ് ഇൻ ബെർലിൻ ഐ സ്പോക്ക് ജർമ്മൻ വെൽ. Aber als ich in Berlin war, sprach ich gut Deutsch. Okay, sprach ich gut Deutsch when I was in Berlin അല്ലേ. ബെർലിനിലായിരുന്നപ്പോൾ, അന്നൊരിക്കൽ നടന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്, പണ്ട് നടന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നടക്കാണ്ടിരിക്കാം. I am visiting my parents when I have time. ഓസിയ എഴുതുക. Ich besuche meine Eltern wenn ich Zeit habe. We are going for a trip when we have enough money. Wir gehen für eine Reise wenn wir genug Geld haben. Okay. I'm going with my friends to the park when I complete my homework. എഴുതുക. Ich gehe mit meinen Freunden in den Park wenn ich meine Hausaufgaben fertig mache. Okay. When we come back tomorrow we can go to the school. എഴുതുക. when ഫസ്റ്റിലിട്ടും സെക്കൻഡ് ഇതിലിട്ടും എഴുതുക കേട്ടോ, സെക്കൻഡ് സെൻറ്റൻസ് ആയിട്ടും.
Wenn wir morgen zurückkommen, können wir zur Schule gehen. അല്ലെങ്കിൽ wir können zur Schule gehen, wenn wir morgen zurückkommen. Come back എന്നുള്ളതിനാണ് zurückkommen എന്നുള്ളത്. When you are hungry, you may cook the food. Okay. Wenn du fertig bist, darfst du das Essen kochen. Also du darfst das Essen kochen, wenn du hungrig bist. When I was a child, I played always. When I was a child, അല്ലേ? Als ich Kind war, habe ich immer gespielt. Next. When I was 5 years old, I had an accident. എഴുതിയോ? Als ich 5 Jahre alt war, hatte ich einen Unfall. I go early to sleep whenever I am tired. Whenever അല്ലേ? Ich gehe früh schlafen, immer wenn ich müde bin. Okay? Okay, topics clear ആണെന്ന് വിശ്വസിക്കുന്നു. Choose